ആനമുട്ട. അവള് പോണെന്ന് അന്വേഷിക്കണ്ടെന്ന്. അപ്പൊ പിന്നെ ചാകാനായിരിക്കും പോയത്. പോയി ചാകട്ടെ. ഈ ഫിലിപ്പോസിന് പുല്ല. തള്ളേ, ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്. നാളെ പുലരുമ്പോ ഒരൊറ്റ എണ്ണത്തിനെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. അയ്യോ, ഞാൻ ഇനി ഇങ്ങോട്ട് പോവാനാ? നരകത്തിലോട്ട് പോതള്ളേ. അല്ലെങ്കിൽ അന്നാമ്മയെ പോലെ എവിടെയെങ്കിലും പോയി ചാകാൻ നോക്ക്. കൃഷ്ണപിള്ളയുടെ പുന്നാര കൊച്ച്. നിന്നെ പോലുള്ള കിളവികളെ കൊണ്ട് ഈ ഭൂമിക്ക് നീ എന്നാ പ്രയോജനം? ഇറങ്ങി പൊയ്ക്കോണം അവിടെ നിന്ന്. ഞാൻ പൊയ്ക്കോളാം. എന്റെ പ്രമാണങ്ങൾ ഇങ്ങതാ. തള്ളയുടെ പ്രമാണങ്ങളും കൊണ്ടാ അന്നാമ്മ പോയത്. എവിടാ ചത്ത് കിടക്കുന്നതെന്ന് വെച്ചാ അവിടെ പോയി എടുത്തോ. വയ്ക്കോ, എവിടെയെങ്കിലും പോയി ചാക്. മേലാൽ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കരുത്. എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്വത്തുക്കളും വീണ്ടെടുക്കണം. പഴയതുപോലെ കോടീശ്വരനായ ഫിലിപ്പോസ് ആകണം. നാളെ നേരം വിളിക്കുമ്പോ ഇവിടെ എങ്ങാനും കണ്ടാൽ സെലീന, ഒരു കോഫി. ഇപ്പൊ തരാൻ പോവൻ. ആ, സെലീന, ഒന്ന് ഓടി വന്നേ. എന്നതാ അമ്മച്ചി? അമ്മച്ചി ഇത് എപ്പോഴാ വന്നേ? അമ്മച്ചി, അമ്മച്ചി ഇത് എപ്പോഴാ വന്നേ? എന്നതാ ഉണ്ടായത്? എന്നതാ അമ്മച്ചി ഉണ്ടായി? എന്തിനാ ഇവിടെ വന്നിരുന്നേ? ബെല്ലടിച്ച് ഞങ്ങളെ വിളിക്കാറുന്നില്ലേ? രാത്രി ഒത്തിരി വൈകിയാ വന്നേ. ഗേറ്റിലെ പോലീസുകാരൻ പറഞ്ഞതാ അയാളെ വിളിച്ചുണർത്താന്ന്. നിങ്ങളെ ഉണർത്തണ്ടെന്ന് വിചാരിച്ച് ഞാനിവിടെ അങ്ങിരുന്നതാ. എപ്പോഴാ ഉറങ്ങിയെന്നറിയത്തില്ല. എന്നിട്ട് വാ അമ്മച്ചി. അമ്മച്ചി വന്നേ. ദേഹമൊക്കെ തണുത്ത് മരവിച്ചു പോയി. എനിക്ക് വന്നേ പതുക്കെ. എന്തിനാ അമ്മച്ചി രാത്രിയിൽ ഇറങ്ങിപ്പോന്നത്? എനിക്കിനി ആ വീട്ടിൽ ജീവിക്കാൻ ഒക്കത്തില്ല മക്കളെ. ചതിയനങ്ങേര്, സാത്താന്റെ പുനർജന്മം. എന്നേക്കുമായി ഇറങ്ങിപ്പോന്നതാ ഞാൻ. സാരമില്ല അമ്മച്ചി, ഇനി ഇവിടെ താമസിക്കാലോ. അമ്മച്ചി ഉള്ളതാ ഞങ്ങൾക്ക് സന്തോഷം. ബോബാ, അമ്മച്ചി മുറി കൊണ്ടുപോയി കിടത്ത്. ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. എന്റെ പൊന്നുമോനെ, എനിക്ക് എന്റെ അമ്മച്ചി തിരിച്ചു കിട്ടി. അയ്യോ, എത്തി. യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്റെ പാർവതി കുഞ്ഞെ, കുഞ്ഞിന് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? അയ്യോ, ഇത് ആരാത്? മോൾ എന്തുമാത്രം വളർന്നു. ദേ കൈക്കുഞ്ഞാകുമ്പോ കണ്ടതാ. എന്നാലും പാർവതി കുഞ്ഞിന് മോക്ക് ഇങ്ങനൊരു ഗതി വരുന്നു കരുതിയില്ല. മതി നിന്റെ കള്ളക്കരച്ചില്. ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കാൻ നോക്ക്. മോളെ, അച്ഛൻ കാത്തിരിക്ക. മൃദുലമോക്ക് അപ്പൂപ്പനെ കണ്ടേ. വാ മോളെ.
അച്ഛാ. ദൈവനിശ്ചയ മാർഗങ്ങൾ തടുക്കാൻ പറ്റുമോ മോളെ? ഒക്കെ സഹിക്കുക. ഇതിനു മുമ്പും പലതും നമ്മൾ സഹിച്ചിട്ടില്ലേ? അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ബലികർമ്മങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യണം. ആ, കരഞ്ഞു, മനസ്സ് തുറന്നു കരഞ്ഞു. അങ്ങനെ സങ്കടങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോട്ടെ. ഇനി നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. എന്റെ കൂടെ ഇവിടെ താമസിച്ചാൽ മതി. ഭാവി എന്താണെന്ന് ഈശ്വരൻ തന്നെ കാണിച്ചു തരും. ആ. അപ്പൂപ്പ, മോളെ, അപ്പൂപ്പനെ ഓർമ്മയുണ്ട? ഏ, ഓ, മോള് വളർന്ന് അപ്പൂപ്പനേക്കാൾ വലുതായി. ആ, മോളെ, ആ, ചെന്ന് കുളിച്ച് വേഷം മാറി വല്ലത് കഴിക്കും. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ചെല്ലു മോളെ. കേശു, എന്റെ മോൾ ആകെ തകർന്നു പോയി. എന്തിനാ കേശു എനിക്കിങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ ദൈവം തരുന്നത്? പൾസ് ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട്. എന്തായാലും തക്ക സമയത്താണ് എത്തിച്ചത്. ഒരു 10 മിനിറ്റ് കൂടി രക്തം വാർന്ന് റോഡിൽ കിടന്നിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടേനെ. സാധാരണ ആ വഴിക്ക് ഞാൻ പോവാത്തതാ. എന്തോ ഭാഗ്യത്തിന് അതിലെ പോവാൻ ഡ്രൈവറോട് പറഞ്ഞു. താങ്ക് ഗോഡ്. നിങ്ങൾ റിലേറ്റീവ് ആണോ? എന്ന് ചോദിച്ചാ അതിനേക്കാൾ വലിയ ബന്ധമാണ് ഡോക്ടർ. എങ്ങനെയെങ്കിലും ത്രേസ്യാമ്മച്ചിയെ രക്ഷിക്കണം. വി വിൽ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. പിന്നെ ഹെഡ് ഇഞ്ചുറി കാരണം വല്ല കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ ഒന്ന് ബോധം തെളിയണം. എന്തായാലും അതിനു മുമ്പ് ഐ വിൽ ട്രൈ എ CT സ്കാൻ. വല്ല ക്ലോട്ടിങ്ങും ഉണ്ടോ എന്ന് അറിയണമല്ലോ. വേണം ഡോക്ടർ. പിന്നെ പോലീസ് കേസ് ഉണ്ടെന്ന് അറിഞ്ഞു. കേസും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വേണോ? തീർച്ചയായും. ആരാണ് ത്രേസ്യാമ്മച്ചിയെ ഈ അവസ്ഥയിലാക്കിയതെന്ന് അറിയണം. അവനെ പിടികൂടിയേ പറ്റൂ. മലയാളി മലയാളി ഏ, എന്താടോ? ഏ, മലയാളി വല്ലതും അറിഞ്ഞോ? ഇല്ല. വണ്ടി ഇടിച്ച് നമ്മുടെ കൊച്ചു ത്രേസ്യക്ക് പരിക്ക് പറ്റി. എന്റെ കൊച്ച് സെലീനെ കുഞ്ഞ ആശുപത്രിയിൽ എത്തിച്ചത്. കേശു, കമ്പനി വിളിച്ച് ഒരു വണ്ടി പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കാൻ പറയണം. എനിക്കിപ്പോ തന്നെ ആശുപത്രി പോകണം. എന്റെ കൊച്ചിനെ എനിക്ക് കാണണം. വിഷമിക്കല്ലേ മുതലാളി, അവിടെ ഇപ്പൊ സെലീന കുഞ്ഞുണ്ട്. മാത്രമല്ല കൊച്ചു ത്രേസ്യയുടെ ബോധം തെളിഞ്ഞിട്ടില്ലെന്ന് അറിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് ചെന്നാ മുതലാളിയും കൂടെ ആശുപത്രി കിടക്കലാവും. അല്ലെങ്കിൽ തന്നെ രവിക്കുഞ്ഞിന്റെ മരണം വരുത്തി വെച്ച് നടക്കം മാറിയിട്ടില്ല. ഇപ്പൊ ആശുപത്രി ചെന്ന് കൊച്ചു ത്രേസ്യയുടെ കിടപ്പ് കുടിക്കണ്ട, മുതലാളി വീണു പോകും ഉറപ്പാ. ഞാൻ സമ്മതിക്കില്ല അങ്ങോട്ട് കേശു, പോവാൻ. എനിക്ക് പോകണം. എനിക്ക് എന്റെ കൊച്ചിനെ കാണണം. വേണ്ട മുതലാളി, മരുന്നുകളെല്ലാം ഒത്തിരി കുത്തിവെച്ചോണ്ടാ ബോധം തെളിയാൻ താമസിക്കുന്നത്. അല്ലാതെ വേറെ പരിക്കൊന്നും പറ്റിയിട്ടില്ല. കേശു, കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാണോ? അതെ മുതലാളി, രാത്രി ആകുമ്പോഴത്തേക്ക് ബോധം തെളിയും. കൂട്ടത്തിൽ ഓർമ്മയും കൂടെ തെളിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. കേശു,
എന്റെ കൊച്ചിനെ ആ ഫിലിപ്പോസ് ചതിച്ചതായിരിക്കുമോ? കൊച്ചിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ പറ്റാതെ വന്നപ്പോ എന്റെ കൊച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി. ഇല്ല മുതലാളി, അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. കൊച്ചിന് പഴയതൊക്കെ ഓർമ്മ വന്നപ്പോ എന്നെ കാണണമെന്ന് ഒറ്റ പറഞ്ഞിട്ടുണ്ടാവും. ആ, അപ്പോ ആ ഫിലിപ്പോസ്. മുതലാളി ഒന്ന് സമാധാനിക്ക്. അതും ഇത് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കില്ലേ. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാനുണ്ടാവില്ല കേശു. എന്തായാലും ഒരാഴ്ചക്കകം ത്രേസ്യാമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ വിടാൻ പറ്റും. ത്രേസ്യാമ്മച്ചിയെ പിന്നെ എങ്ങോട്ട് പറഞ്ഞയക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി എന്തായാലും തെങ്ങുമുട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. എങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് പിന്നെ അത്രയ്ക്ക് ആലോചിക്കാനുണ്ടോ മോളെ? ഞാനായിട്ടാ ചേട്ടത്തി അങ്ങോട്ട് വിളിച്ചോണ്ട് പോയേ. അത് ഇത്രയും വലിയ ചതിയാവുമെന്ന് ആരെങ്കിലും അറിഞ്ഞു തന്നോ? ചേട്ടത്തി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം മോളെ. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അതെന്നാടാ നീ അങ്ങനെ പറയുന്നേ? ചേട്ടത്തി എന്നാ ദ്രോഹാ നിന്നോട് ചെയ്തേ? എന്നോടൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒരു ബന്ധവുമില്ലാത്തവരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാന്ന് വെച്ചാ എനിക്കത് ഇഷ്ടമല്ല. എടാ, നിന്റെ അപ്പൻ അവരോട് കാട്ടിയ നന്ദി കേടിന് ചതിക്കും. ഇങ്ങനെ ഒരു പ്രായച്ചിത്തമെങ്കിലും നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ കർത്താവ് തമ്പുരാൻ പൊറുക്കുകയല്ല. അമ്മച്ചി, ബോബൻ സമ്മതിക്കും. ഇല്ല, അമ്മച്ചി പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് ഇത്രയും കാലം ആഹാരവും കൊടുത്ത് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാണോ അപ്പച്ചൻ ചെയ്ത നന്ദികേട്? പിന്നെ ചതി, എന്നാ ചതി ചെയ്തെന്നാ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. നന്ദികേടും ചതിയും ചെയ്തിട്ടുണ്ട്, അത്രേ ഞാൻ പറയത്തുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ താമസിപ്പിക്കും. അമ്മച്ചി, ഇല്ല, ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമുണ്ടെന്ന് പറയാനൊന്നും എനിക്ക് വയ്യ. ശരി, ബോബന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. സെലീന, ഇനിയെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. ഇത്രയും കാലം ജീവിക്കാൻ മറന്നു പോയവരാ നമ്മള്. മറ്റുള്ളവരുടെ ആശയ്ക്കും വാശിക്കും മുന്നിൽ തോറ്റുകൊടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ചു. അതിന് ജീവിതം എന്ന് വിളിക്കാവോ? ജീവനില്ലാതെ ജീവിച്ചതുപോലെ. ഇനി എന്തായാലും അത് വേണ്ട. നിന്നെ എനിക്ക് മാത്രമായിട്ട് വേണം. ഈ വീട് നമുക്ക് മാത്രമായിട്ട് വേണം സെലീന. നീ ഇങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ആ കുഞ്ഞിന്റെ മനസ്സെങ്ങനെയാ നേരെയാവണേ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിന്റെ മോക്ക് വേണ്ടി വേണം നീ ജീവിക്കാൻ. അച്ഛൻ്റെ ഈ കണ്ണുകൊണ്ട് ദുരന്തങ്ങൾ എത്ര കണ്ടതാ മോളെ. ഏതു മരണം സംഭവിച്ചാലും ആത്മാവിന് മരണമില്ല എന്നുള്ള ഗീതയിലെ തത്വം മനസ്സിലാലോചിച്ച് ആശ്വസിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ദുഃഖത്തിന് എന്തെങ്കിലും അവസാനം ഉണ്ടാവുമോ മോളെ? എന്റെ അവസ്ഥ അറിയാം. നിന്റെ മനസ്സ് അച്ഛനോളം നന്നായി വേറെ ആർക്ക് കാണാൻ കഴിയും? നിന്റെ ജീവിതത്തിലെ കൂട്ട് നഷ്ടപ്പെട്ടു നിനക്ക്. 1000 സന്തോഷങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നാലും രവിയെ ഓർത്തുള്ള സങ്കടം 1000 കല്ലായി മനസ്സിൽ കിടക്കുമെന്ന് അച്ഛനറിയാം. പക്ഷേ അത് ഓർത്തിരുന്നാൽ നീതുമോളെ നീ മറന്നുപോകും. അത് പാടില്ല. അവള് ജീവിതം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് പോന്നപ്പോൾ മുടങ്ങിപ്പോയ അവളുടെ പഠിത്തം ഇവിടെ തുടരണം. ഇനി ഈ ഒറ്റയ്ക്കിരുന്നുള്ള ആലോചനയൊക്കെ അവസാനിപ്പിക്കണം. അതിന് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഡോക്ടറായിട്ട് ചേരണം. അമേരിക്കയിൽ ഇത്രയും കാലം ജോലി ചെയ്ത് നിന്നെ റാജിക്കൊണ്ട് പോകാൻ ധാരാളം ആശുപത്രിക്കാരുണ്ടാവും. അപ്പോഴേക്കും മീതുമോൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം. വയസ്സ് 10-21 ആയില്ലേ. ഇനിയും കല്യാണം നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവത്തില്ല. നാളെ രാവിലെ തന്നെ ഈ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പോവാ ഞാൻ. നല്ല അസലൊരു പയ്യനെ കണ്ടുപിടിക്കണം. മോളെ,
കേശു കേശു മകൾ പാർവതിയുടെ പുത്രിയായ മൃദുലയുടെ വിവാഹകാര്യം കൃഷ്ണപിള്ള പറയുമ്പോൾ പാർവതി എന്തുകൊണ്ടാണ് മോഹാലസ്യപ്പെട്ടു വീണത്? പാർവതിയുടെ വരവിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ? ഫിലിപ്പോസിന്റെ പണക്കൊതിയോട് വെറുപ്പ് തോന്നി എല്ലാം ഇട്ടെറിഞ്ഞു പോന്ന അന്നാമ്മച്ചേട്ടത്തി സെലീനയ്ക്കൊപ്പം സ്ഥിരതാമസമാക്കുമോ? കാലത്തിന്റെ അനുസ്യൂതമായ പ്രവാഹത്തിൽ ബന്ധങ്ങളുടെ ചിറ പൊട്ടുമ്പോൾ നേരേറ്റ് കൃഷ്ണപിള്ള സ്വപ്നം കണ്ട സ്നേഹം കൊണ്ട് മെനഞ്ഞ തറവാട് ഇല്ലാതാവുകയാണോ? കൃഷ്ണപിള്ളയ്ക്ക് തൻ്റെ പ്രിയ സഖിയായ കൊച്ചു ത്രേസ്യയെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ? അപ്രതീക്ഷിതമായ ഉജ്ജ്വല മുഹൂർത്തങ്ങൾക്ക് അരങ്ങൊരുങ്ങുകയാണ്. കാണുക. അരികിലില്ലേ ഞാനരികിലില്ലേ, അരികിലില്ലേ ഞാനരികിലില്ലേ, അണയാത്ത ജ്വാലയായി മനസ്സിലില്ലേ, അഴലിൻ്റെ മുകിലുകൾ പെയ്യുമ്പോഴും നെഞ്ചിൽ എരിയുന്ന സ്നേഹത്തിൻ ജ്വാല